ഡിസംബർ 15 ആഗമനകാലത്തിലെ 2-ാം വാരത്തിലെ വെള്ളിയാഴ്ച. മത്തായി 11:16 മുതൽ 19 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു മതവിശ്വാസി തൻ്റെ ഗുരുവിനെ സമീപിച്ച് പറഞ്ഞു, എൻ്റെ സഭാവിശ്വാസികളുടെ നിരന്തര വിമർശനം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത നിരാശ തോന്നുന്നു. ഞാൻ എന്തു ചെയ്താലും ചിലർ അതിൽ തെറ്റ് കണ്ടെത്തും. ഗുരു പറഞ്ഞു, വിമർശകർ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത് അവർ നിങ്ങളോട് പറയുന്നു എന്ന് കരുതാം. എന്നാൽ അവർ പറയുന്നത് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ അനുവദിക്കരുത്. വിമർശകർക്കായി ഒരു സ്മാരകവും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ വിമർശിക്കപ്പെട്ടവർക്കായി നിരവധി സ്മാരകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ഇന്നത്തെ സുവിശേഷ വായനയിൽ തന്നെയും സ്നാപയോഹന്നാനെയും വിമർശിച്ച ഫരിസേയർ, ശാസ്ത്രിമാർ തുടങ്ങിയ ആളുകളോട് യേശു തൻ്റെ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ട്. സ്നാപയോഹന്നാനും യേശുവും വ്യത്യസ്തമായാണ് ജീവിച്ചതെങ്കിലും ഫരിസേയരും മറ്റ് മത അധികാരികളും അവരെ അംഗീകരിക്കുകയോ കേൾക്കുകയോ ചെയ്തില്ല. യേശുവിൻ്റെ കാലത്തെ പോലെ നമ്മുടെ കാലഘട്ടത്തിലെ ആളുകൾക്ക് വ്യത്യസ്തമായ ആവശ്യങ്ങളും സാഹചര്യങ്ങളോടുള്ള പ്രതികരണങ്ങളുമുണ്ട്. നമുക്ക് ഒരിക്കലും എല്ലാവരെയും പ്രസാദിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും വിലയിരുത്തുന്നതിൽ വ്യത്യസ്തവും ചിലപ്പോൾ വിരുദ്ധവുമായ മാനദണ്ഡങ്ങളാണ് ആളുകൾക്കുള്ളത്. നമ്മൾ എന്ത് ചെയ്താലും ചിലർ നമ്മെ വിമർശിക്കും. നമുക്ക് ഒന്ന് സ്വയം പരിശോധിക്കാം. ഒരുപക്ഷെ നമ്മൾ തന്നെ അത്തരത്തിലുള്ള ആളുകളാകാം. നമുക്ക് നമ്മുടേതായ മുൻവിധികളും പക്ഷപാതിത്വങ്ങളുമുണ്ട്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അവരുടെ നല്ല സ്വഭാവം നാം അവഗണിക്കുകയും ചെയ്യുന്നു. ഒരു സുവർണ നിയമം ഉള്ളത് ഓർക്കുന്നത് നല്ലതാണ്. ആളുകൾ നമ്മെ വിമർശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ അവരെ വിമർശിക്കുന്നത് നമുക്കും നിർത്താം. പകരം അവരുടെ സാഹചര്യം മനസ്സിലാക്കാനും അവരുമായി നിരന്തരം നല്ല രീതിയിൽ ഇടപഴകാനുള്ള ശീലവും നമുക്ക് വളർത്തിയെടുക്കാം. അങ്ങനെ ആളുകൾ നമ്മെ അന്യായമായി വിധിക്കുമ്പോഴും അവരോട് ദേഷ്യപ്പെടുന്നതിനേക്കാൾ നന്നായി പെരുമാറാൻ നമുക്ക് സാധിക്കും. അതായത് ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മളെ അത്ര സ്വാധീനിക്കാതിരിക്കാം. നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ ന്യായീകരിക്കപ്പെടുന്ന സമയം വരും. പ്രിയപ്പെട്ടവരെ, ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പോലെ നമുക്ക് മുന്നിൽ ഇരുണ്ട മേഘങ്ങളുണ്ടെങ്കിലും നമ്മൾ തിളങ്ങുന്നത് തുടരാം. വിവേചനരഹിതരും സ്നേഹമുള്ളവരും കൃപയുള്ളവരുമായിരിക്കാൻ ഇന്ന് നമുക്ക് പരിശ്രമിക്കാം. ആർക്കറിയാം, നമുക്ക് സമാനമായൊരു സമ്മാനം ലഭിച്ചേക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR ഫ്രം കേരള.